സോ ഇന്ന് നമ്മൾ കാണാൻ പോകുന്ന ഇൻസ്റ്റാഗ്രാം പ്രൊഫൈൽ രശ്മി നായർ. സോ അവരുടെ വീഡിയോ നമുക്ക് കാണാം. സോ ഇത് അവരൊരു പ്രോഗ്രാമിൽ വെച്ച് സംസാരിച്ചതാണ്. ഇത് പുള്ളിക്കാരിയുടെ ഹസ്ബൻഡാണ്. ഇതൊരു പുതിയൊരു മ്യൂസിക് വീഡിയോയുടെ ഒരു ലോഞ്ചാണ് കേട്ടോ. അത് ഗുഡിയ, ആ മ്യൂസിക് വീഡിയോ പേര് ഗുഡിയ എന്നാണ്. ഇവരെല്ലാവർക്കും ഇപ്പം കേരളത്തിലെ എല്ലാവർക്കും അറിയാം. ഇവർ വലിയ എന്താ പറയുക, പോൺ ആക്ട്രസ്, കേരളത്തിൻ്റെ പോൺ ആക്ട്രസ്, അഡൽട്ട് ആക്ട്രസ് എന്ന് വേണമെങ്കിൽ പറയാം. ഓക്കെ, ഇപ്പോൾ ഇതിനകത്തുള്ള കമൻസ് നമുക്ക് നോക്കാം. ഹസ്ബൻഡിൻ്റെ നോട്ടം കണ്ടില്ലേ, വൈഫ് ഓസ്കാർ വേദിയിൽ സംസാരിക്കുന്ന പോലെ അവൻ നോക്കിയിരിക്കുന്നത്. ഓസ്കാർ വലിയ സംഭവമാണോ? ഇതെല്ലാം മനുഷ്യരുണ്ടാക്കിയതല്ലേ. എനിക്ക് സംശയം, ഇവനെ ആദ്യം ചതിച്ചിട്ടുണ്ടാകും. അതിനുശേഷമുള്ള അവളോടുള്ള പ്രതികാരമാകും ഈ കാണുന്നതൊക്കെ. അയാളുടെ മുഖത്ത് പ്രകടമാകുന്നത് പ്രതികാരം ചെയ്യുമ്പോൾ കിട്ടുന്നത്. എന്തൊക്കെയാടേ പറയുന്നത്? ഭയങ്കരമായിട്ട് അനലൈസ് ചെയ്ത് എന്തൊക്കെയല്ലേ ബുദ്ധി. ഇവന്മാരുടെയൊക്കെ ബുദ്ധി വേറെ ലെവലാണ്. ഭർത്താവിൻ്റെ അഭിമാനം നോക്കി. അവളെ ഹസ്ബൻഡ് കിടുവാണ്, അവിടെ വന്ന് നിൽക്കുന്ന തന്നെ അയാളുള്ളതാണ് സപ്പോർട്ടീവ് പേഴ്സൺ. പോസിറ്റീവ് കമൻസ് ഉണ്ട്. ഭാര്യയെ ഒരു തരത്തിലും സംശയമില്ലാത്ത ലോകത്ത് ചുരുക്കം ചില ഭർത്താക്കന്മാരിൽ ഒരാൾ. വൈറൽ വെടി. നാടൻ പെൺകുട്ടി, അവൾ ആഗ്രഹിച്ച പോലെ ഒരു ഭർത്താവ്. ചേച്ചിക്ക് തിയറി ഇഷ്ടമല്ല, പ്രാക്ടിക്കലാണ് ഇഷ്ടം. അഭിനയിച്ച് ചാവാനായി. ഭർത്താവിന് ഇത്രയും അനുസരണയുള്ള ഒരു ഭാര്യ ഈ ലോകത്ത് കാണില്ല. ഇതുപോലൊരു ഭർത്താവ് സ്വപ്നങ്ങളിൽ മാത്രം. കേരളത്തിൻ്റെ ഒരു അവസ്ഥ ഇങ്ങനെയെങ്കിൽ അടുത്ത തന്നെ പശുപാലനെ പൊന്നാട അണിയിച്ച് ആദരിക്കും. വെടിമയം. ഭർത്താവ് പറയുന്നു, ഞാൻ ചെയ്യുന്നു. ഇവളെ വനിതയിൽ കണ്ടായിരുന്നു. തൊഴിലില്ലാത്ത കുറേ മരപ്പൊട്ടൻ നാണം കെട്ടവനെ കണ്ട് കുറേ. സോ ഇതുപോലെ കുറേ നെഗറ്റീവ് റിവ്യൂസാണ് ഇതിൽ കാണുന്നത്. സോ എനിക്കിതിൽ പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, രശ്മി നായർ എന്ന് പറഞ്ഞ ഒരു ആക്ട്രസ് കേരളത്തിൽ ഇത്രയും കമൻറ്റ് ചെയ്യുന്നവന്മാർക്ക് എങ്ങനെ അറിയാം? ഇപ്പം നിങ്ങൾ രശ്മി നായരുടെ ഫോട്ടോയോ എന്തെങ്കിലും വീഡിയോ എടുത്തിട്ട് നിങ്ങൾ ഏതെങ്കിലും ഒരു ഗ്രാമത്തിൽ, കേരളത്തിലുള്ള ഏതെങ്കിലും ഒരു ചെറിയൊരു ഗ്രാമത്തിൽ പോയി അവിടുത്തെ ഒരു അമ്മമാരുടെ അടുത്തോ അല്ലെങ്കിൽ അച്ഛന്മാരുടെ അടുത്തോ കുറച്ച് പ്രായമുള്ള അവരുടെ അടുത്ത് പോയി കാണിച്ചു കഴിഞ്ഞാൽ ഇത് ആരാന്ന് ചോദിച്ചാൽ ആർക്കും അറിയത്തില്ല അല്ലേ? ഈ കമൻ്റ് ഇട്ടവന്മാർക്കൊക്കെ എങ്ങനെ ഇവരെ അറിയാം? കാണുന്നുണ്ടായിരിക്കും. ഇവരുടെ വീഡിയോ എല്ലാം കാണുന്നുണ്ട്, കണ്ടിട്ടാണ് ഈ മാതിരി കമൻസ് അടിക്കുന്നത്. സോ ഇപ്പോൾ രശ്മി നായരുടെ കുറേ കാര്യങ്ങൾ ആൾക്കാർ മൊത്തം വൃത്തികെട്ട രീതിയിൽ ഒരു സ്ത്രീനെ ഇങ്ങനെ കമൻറ്റിൽ പറഞ്ഞിട്ടുണ്ട് അല്ലേ? ഇപ്പം ഞാൻ ഇതിൽ വേറെ ഒരു ആക്ട്രസിൻ്റെ വീഡിയോ കൂടെ ഈ ഇടയ്ക്ക് ഇട്ടത് ഞാൻ കാണിച്ചു തരാം. സിനിമയിൽ അടുത്തൊരു സിനിമ ഇതിപ്പോൾ അനുപമ പരമേശ്വറിൻ്റെ ഒരു ഇൻ്റർവ്യൂ ആണ്. പുള്ളിക്കാരി പറഞ്ഞിരിക്കണം എന്താണെന്ന് വെച്ചാൽ, കേരളത്തിൽ കമൻസ് സഹിക്കാൻ വയ്യാതെ, ഭയങ്കരമായിട്ട് നെഗറ്റീവ് വൃത്തിയായിട്ട കമൻസ് സഹിക്കാൻ വയ്യാതെ പുള്ളിക്കാരി ചെറിയ വേഷമായാലും വേറെ സ്ഥലത്ത് പോയി അഭിനയിക്കണം എന്നുള്ള രീതിയിൽ തെലുങ്കുവിൽ ഒരു 5 മിനിറ്റ് ഒരു വേഷമാണെങ്കിലും ഞാൻ പോയി അഭിനയിച്ചു എന്നാണ് അനുപമ പറഞ്ഞിരിക്കുന്നത്. ഈ അനുപമ ഇത് പറഞ്ഞതിന് ശേഷം ഒരുപാട് ഹേറ്റ് കമൻസ് വരുന്നുണ്ട് പുള്ളിക്കാരുടെ പേരിൽ. പോസിറ്റീവ് കമൻസും ഉണ്ട്. പക്ഷേ ഈ കുറേ ആൾക്കാരുണ്ടല്ലോ, ഈ മല്ലൂസ് എന്ന് പറയുന്ന കുറച്ച് ആൾക്കാരുണ്ട്. അല്ലാതെ ചാൻസ് ഇല്ലാതെ അല്ല. മലയാളം സിനിമയ്ക്ക് ഒരു പ്രത്യേകത ഉണ്ട്, അഭിനയിക്കാൻ കഴിവുള്ളതോർ അംഗീകരിക്കില്ല. അല്ലാണ്ട് കഴിവില്ലാത്തതുകൊണ്ട് ആളുകൾ വിളിക്കാഞ്ഞിട്ടല്ല. മലയാള സിനിമയ്ക്ക് തീരാ നഷ്ടം. ഷീ ഡസൻറ്റ് ഡിസേർവ് ദിസ് മച്ച് ഹേറ്റ്. പേടിക്കേണ്ട, ഓടിക്കോ. അല്ലെങ്കിലും മലയാളത്തിൽ അഭിനയിക്കാൻ കഴിവ് വേണം. നിനക്കതില്ല, നീ പോകുന്നത് തന്നെ നല്ലത്. നീ ആര്? അയ്യേ, പിന്നെ എന്തിനാ ദുൽഖറിൻ്റെ കൂടെ അഭിനയിച്ച്? അത് മലയാളമല്ലേ? ഇവിടെ അഭിനയം വേണം, പുറത്തത് വേണ്ട. ഇങ്ങനെ കുറേ കമൻസുകളുണ്ട്. ഓക്കെ,
സോ ഇതിലിപ്പോൾ ഞാൻ ഇപ്പോൾ ഇവർ രണ്ടുപേരുടെയും പ്രൊഫൈൽ എടുത്ത് രണ്ടുപേരുടെ കമൻറ്റ് നോക്കി. ഒരാൾ അഡൽട്ട് ആക്ട്രസ് എന്ന് പറയാം, ഇനി ഒരാൾ ആക്ട്രസ്. രണ്ടുപേർക്കും നേരെ നെഗറ്റീവായിട്ട് ആൾക്കാർ പറയുന്നുണ്ട്. ഓക്കെ, അനുപമ പരമേശ്വരും ഒരു ആക്ട്രസ്സാണ്, ഈ രശ്മി നായരും ഒരു ആക്ട്രസ്സാണ്. ഓക്കെ, ഇപ്പോൾ ഇവിടെ ഏറ്റവും കൂടുതൽ തെറിവിളി കേട്ടിട്ടുള്ളത് ആരാന്ന് വെച്ചാൽ രശ്മി നായരാണ്. ഏറ്റവും കൂടുതൽ വൃത്തികെട്ട, ഏറ്റവും താഴ്ന്ന രീതിയിൽ എത്രത്തോളം പറയാൻ പറ്റുമോ അത്രത്തോളം പറഞ്ഞു വെച്ചിരിക്കുന്ന ഒരു എന്ന് വെച്ചാൽ കമൻസ് കിട്ടിയിരിക്കുന്നത് രശ്മി നായരാണ്. അനുപമ പരമേശ്വരൻ ഇങ്ങനത്തെ ഒരു ഡയലോഗ് അടിച്ചിട്ടും ഈ രശ്മി നായരുടെ അത്രയും ഉള്ള തെറിവിളി അനുപമയ്ക്ക് കിട്ടിയിട്ടില്ല. സോ ഇതിൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് എന്താ വെച്ചാൽ ഓരോരുത്തരും അവരവരുടെ ആഗ്രഹത്തിന് അവർക്ക് നമ്മൾ ഈ കമൻറ്റ് ചെയ്യുന്നവരെ എന്തിനാണ് ഞാൻ ഇങ്ങനെ കമൻറ്റ് ചെയ്യാൻ പാടില്ല എന്ന് പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ, ഒരാൾ അവരുടെ പ്രൊഫഷനിലും ഇല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും ഫെയിം ആവണം ഇല്ലെങ്കിൽ കാശുണ്ടാക്കണം, ഈ രണ്ട് കാര്യങ്ങൾ മാത്രമായിരിക്കുമല്ലോ സിനിമ എന്നുള്ള ഒരു സംഭവം ചൂസ് ചെയ്യുന്നത്. കാശുണ്ടാക്കണം എന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ബിസിനസ്സോ എന്തെങ്കിലും ഇതിലൊക്കെ പോകാൻ പറ്റും. പക്ഷെ സിനിമയിൽ അതിൻ്റെ ഫെയിമും കൂടെ ചേർന്ന് വരും. അപ്പോൾ അവരുടെ ആഗ്രഹമാണ് അവർക്ക് എങ്ങനെയെങ്കിലും സിനിമയിൽ കയറി പറ്റണം അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും ഫേമസ് ആവണം എന്നുള്ളൊരു ആഗ്രഹത്തോടുകൂടി ചെയ്യുന്നതാണ്. പക്ഷേ അനുപമ പരമേശ്വരന് കിട്ടുന്ന ഈ നെഗറ്റീവ് അല്ല രശ്മി നായറിനൊക്കെ കിട്ടുന്നത്. അത് ഭയങ്കര തരംതാഴ്ന്നുള്ള രീതിയിലുള്ള വർത്തമാനമാണ് ഈ രശ്മി നായരുടെ മേലിൽ പറയുന്നത്. ഇവർ ഒരു അഡൽട്ട് ആക്ട്രസ് എന്ന് പറയുമ്പോൾ എന്താ, എക്സ്പോസ് ചെയ്തിട്ട് അഭിനയിക്കുക, ഭയങ്കര ഇൻറ്റിമേറ്റ് ആയിട്ട് അഭിനയിക്കുക. അതിന് അവർക്ക് കാശും കിട്ടുന്നുണ്ട്, അവർക്ക് ആ ഫെയിമും കിട്ടുന്നുണ്ട്. ഈ ഇപ്പം മലയാള നടികളോ അല്ലെങ്കിൽ തമിഴ് നടികളോ ഒരു നോർമൽ ആക്ട്രസ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അവരും എക്സ്പോസ് ചെയ്ത് അഭിനയിക്കുന്നുണ്ട്, ഈവൻ ഇൻറ്റിമേറ്റ് ആയിട്ട് അഭിനയിക്കുന്നുണ്ട്, ലിപ് ലോക്കും ചെയ്ത് അഭിനയിക്കുന്നുണ്ട്. പക്ഷെ അവരെ ഇമാതിരി വളരെ മ്ലേച്ഛമായുള്ള രീതിയിൽ തെറി പറയുന്നത് ശരിയല്ല, അല്ലേ? എല്ലാവരും അവരവരുടെ തൊഴിൽ ചെയ്യുന്നു, അവരുടെ ആഗ്രഹം ചെയ്യുന്നു. ഇവരെല്ലാം ഈ കമൻറ്റ് ചെയ്യുന്നവന്മാരെല്ലാവരും പോയി സിനിമ കാണുന്നുണ്ട്. ഇവിടെ അനുപമ പരമേശ്വരൻ്റെ മേളിൽ വന്നിരിക്കുന്ന നെഗറ്റീവ് കമൻസും തെറ്റാണ്, രശ്മി നായറിൻ്റെ മേളിൽ വരുന്ന നെഗറ്റീവ് കമൻസും തെറ്റാണ്. ഞാനിത് രണ്ടുപേരും കമ്പയർ ചെയ്ത് വെച്ച വേറെ ഒന്നും കൊണ്ടല്ല. ഇവരൊരു പ്രൊഫഷണൽ ആക്ട്രസ്സാണ്, സിനിമയിൽ ഒരു നോർമൽ ആക്ട്രസ്സാണ്, ഇവരൊരു അഡൽട്ട് ആക്ട്രസ്സാണ്. ഇങ്ങനെ രണ്ടുപേരെയും തിരിഞ്ഞ് കാണരുതെന്ന് ഞാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. എല്ലാവരും ആക്ട്രസ്സാണ്, ഇവരും എക്സ്പോസ് ചെയ്ത് അഭിനയിക്കാറുണ്ട്, ഇവരും എക്സ്പോസ് ചെയ്ത് അഭിനയിക്കുന്നുണ്ട്, എല്ലാ ആക്ട്രസും എക്സ്പോസ് ചെയ്ത് അഭിനയിക്കാറുണ്ട്. പക്ഷേ ഇവർക്ക് ഈ അഡൽട്ട് കണ്ടന്റിൽ അഭിനയിക്കുന്നതുകൊണ്ട് മാത്രമാണ് ഇമാതിരി തെറിവിളി കിട്ടുന്നത്. അതായത് ഒരു സിനിമയിൽ അവർ നിങ്ങൾക്ക് ഇഷ്ടമല്ലെങ്കിൽ കാണരുത്, ഒരു ആക്ട്രസ് ഇഷ്ടമല്ലെങ്കിൽ അതിനെ ഇഗ്നോർ ചെയ്യുക, അതിന് കമൻറ്റ് ചെയ്ത് ഇമാതിരി ചെയ്യുന്നതുണ്ടല്ലോ, വളരെ വൃത്തികെട്ട ഒരു പരിപാടിയാണ്. ഒരു പ്രൊഫഷണലായിട്ട് ഒരു ആക്ട്രസ് അവർക്ക് ഇഷ്ടമുള്ള ഒരു കാര്യം അവർ ചെയ്യും. നിങ്ങൾക്ക് വേണമെങ്കിൽ കണ്ടാൽ മതി, ഇല്ലെങ്കിൽ കാണണ്ട. പക്ഷെ ഇമാതിരി കമൻ്റ് ഇട്ട് അവരെ അതായത് മലയാളികളുടെ പൊതുവെ ഒരു മെൻറ്റാലിറ്റി എന്താണെന്നറിയോ, ഒരാൾ ഫേമസ് ആയി കഴിഞ്ഞാൽ ഇല്ലെങ്കിൽ ഒരാൾ ഭയങ്കര ഇതായിട്ട് സംസാരിച്ചു കഴിഞ്ഞാൽ ഒന്നെങ്കിൽ ആറ്റിറ്റ്യൂഡ് എന്ന് പറയും. ഇപ്പം അനുപമ പരമേശ്വരനെ എല്ലാവരും ഭയങ്കര ആറ്റിറ്റ്യൂഡാണ് പറഞ്ഞിട്ടാണ് കമൻറ്റ് ചെയ്യുന്നത്. അത് ആറ്റിറ്റ്യൂഡ് അല്ല, അവർക്ക് ഇത്രയും കമൻറ്റ് കിട്ടിയോണ്ട് അവർക്ക് വേണ്ടാന്ന് പറഞ്ഞിട്ട് അവർ വേറെ സ്റ്റേറ്റിൽ പോയിട്ട് അഭിനയിക്കുന്നു. ഇതിപ്പോൾ ഞാൻ പറയാൻ കാരണം വേറെ ഒന്നുകൊണ്ടല്ല, ഈ മലയാളികളുടെ പൊതുവെ, മലയാളികൾ മാത്രമല്ല എല്ലാ സ്റ്റേറ്റിലും ഇതൊക്കെ ഉണ്ട്, പക്ഷേ മലയാളികൾ മെജോറിറ്റിയാണ് കൂടുതൽ. ഒരാളെ ഹേർട്ട് ചെയ്യണമെന്ന് വിചാരിച്ച് മനഃപൂർവ്വം ഇങ്ങനെ കമൻറ്റ് ചെയ്യുന്നുണ്ടല്ലോ, അത് വളരെ സാഡിസ്റ്റ് മെൻറ്റാലിറ്റിയാണ്. അത് മാറണം. കാരണം ഇവിടെ എത്രയോ നല്ല നല്ല ആക്ടേഴ്സും അവരൊക്കെ അഭിനയിച്ച് അവരുടെ കഴിവ് തെളിയിക്കാനായിട്ട് വരുന്ന ആൾക്കാരുണ്ട്. ഇപ്പം നയൻതാര എടുത്തു കഴിഞ്ഞോ, നയൻതാര മലയാളത്തിൽ അഭിനയിച്ച് അവർക്ക് ഒരു റെക്കഗ്നൈസേഷനും കിട്ടിയില്ല. അവർ തമിഴിൽ പോയി ഭയങ്കര സൂപ്പർ സ്റ്റാറായി. ഇപ്പോൾ മലയാളികൾ വിളിച്ചാൽ പോലും അവർ വരത്തില്ല, കാരണം അവർ ആ ലെവലെത്തി. അവർ അന്നേ ഇവിടെ അഭിനയിച്ചായിരുന്നെങ്കിൽ കുറച്ചും കൂടെ ഒരു ഇത് കിട്ടിയാണ്. ഇതുപോലെ ഒരാൾ വരുമ്പം ഈ ഭയങ്കരമായിട്ട് നെഗറ്റീവായിട്ട് സംസാരിച്ച്, വളരെ മോശമായിട്ട് സംസാരിച്ച്, അങ്ങനത്തെ രീതിയിലുള്ള വർത്തമാനം പറയുന്ന ആ സാഡിസ്റ്റ് മെൻറ്റാലിറ്റി ഉണ്ടല്ലോ, അത് മാറണം കേരളത്തിൽ. കാരണം ഈ ഒരു മെൻറ്റാലിറ്റി ഉള്ളതുകൊണ്ട് ഒരാൾക്ക് ഇവിടെ മലയാളം ഫിലിം ഇൻഡസ്ട്രിക്ക് അഭിനയിക്കാൻ പോലും അവർക്ക് ഒരു ഇത് വരും, മനസ്സിലാവും, ഒരു മടി വരും. സോ ഇങ്ങനത്തെ മെൻറ്റാലിറ്റി കമൻസിൽ വരുന്നത്. അതേപോലെ തന്നെ ഈ ആരെങ്കിലും പുറത്തിറങ്ങി കഴിഞ്ഞാൽ, ഏതെങ്കിലും ഒരു സെലിബ്രിറ്റി പോലെ ആരെങ്കിലും ഇറങ്ങി കഴിഞ്ഞാൽ അപ്പോൾ ക്യാമറ എടുത്തുകൊണ്ട് പോവുക, ഇങ്ങനത്തെ കുറച്ച് പരിപാടി എല്ലാം ചെയ്യും. എന്നിട്ട് കമൻറ്റിൽ വന്നിട്ട് തെറി വിളിക്കുകയും ചെയ്യും. എന്നിട്ട് എല്ലായിടത്തും പോയി സെൽഫി എടുക്കും, ഫോട്ടോ എടുക്കും, എന്നിട്ട് കമൻറ്റിൽ വന്നിട്ട് പൂര തെറി വിളിക്കുകയും ചെയ്യും. ഈ മെൻറ്റാലിറ്റി മാറണം. ഇത് മാറിയാൽ മാത്രമേ മലയാള ഫിലിം ഇൻഡസ്ട്രി, കാരണം ബാക്കിയുള്ള ഫിലിം ഇൻഡസ്ട്രി നിങ്ങൾ കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ മലയാള ഫിലിം ഇൻഡസ്ട്രി വളരെ ലോ ആണ്. കണ്ടൻറ്റൊക്കെ കിടിലുവാന്നൊക്കെ എല്ലാവരും പറയും, പക്ഷേ മലയാള ഫിലിം ഇൻഡസ്ട്രി ശരിക്കും പറഞ്ഞാൽ ഭയങ്കര ലോ ആണ്. ഇന്ത്യയിൽ ഇവൻ കന്നഡ പോലും നല്ല രീതിയിൽ ഡെവലപ്പായി. മലയാളത്തിൽ ഇത്രയും നല്ല കണ്ടന്റ് ഉണ്ടായിട്ട് പോലും ഒരു സിനിമ പോലും ഓടത്തില്ല.
ഓടിയാൽ പോലും അതിൻ്റെ പ്രോഫിറ്റ് കിട്ടത്തില്ല, നഷ്ടമാണ് വരുന്നത് മലയാള ഫിലിം ഇൻഡസ്ട്രിക്ക്. സോ എനിക്ക് പറയാനുള്ളത് എല്ലാം പോസിറ്റീവായിട്ട് എടുക്കുക, എല്ലാവരും രക്ഷപ്പെടട്ടെ, എല്ലാവരും വരട്ടെ, അടിപൊളിയായിട്ട് വരട്ടെ, അവരവരുടെ ഇഷ്ടത്തിന് അവർക്ക് എന്ത് ചെയ്യണമെങ്കിൽ ചെയ്തോട്ടെ. നമ്മളും നമ്മുടെ ഇഷ്ടത്തിന് നമ്മളെല്ലാം ചെയ്യാം. എന്തിനാ വെറുതെ ഈ സാഡിസ്റ്റ് മെൻറ്റാലിറ്റി? ആ മെൻറ്റാലിറ്റി മാറ്റണം, അത്രയേ ഉള്ളൂ.